സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗ് തുടങ്ങുമ്പോൾ എന്താ നിങ്ങളോട് പറയണ്ടേന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ പറയാതെ വേറെ തരമില്ലല്ലോ. സോ ക്രിഞ്ചാണ്, ക്ലീശയാണ്. എന്നാലും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഹിയർ ഇസ് മൈ ഓണം വ്ളോഗ്. ഈ വ്ളോഗ് ഇപ്പോൾ തുടങ്ങുന്നത് എറണാകുളത്താണെങ്കിലും ഇത് അവസാനിക്കുക വയനാട് എൻ്റെ വീട്ടിലാണ്. കാരണം അവിടെയാണ് ഞങ്ങൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. ഇത്തവണ ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരുപാട് ഓണങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച പോലെ തോന്നുന്നുണ്ടാവുമല്ലേ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരുമിച്ചിട്ടുള്ള ഓണാണിത്. അപ്പോൾ അതൊന്ന് കളറാക്കാൻ വേണ്ടി ഒരു 2 ദിവസം മുന്നേ ഞങ്ങളിങ്ങ് പോന്നു. ഒരു സദ്യ എന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി പടിയല്ലേ. ഒരു 2-3 ദിവസം മുന്നേ തുടങ്ങും പരിപാടികളൊക്കെ. എന്നിട്ടോ ആ സദ്യ ഉണ്ട് കഴിയുന്നതോടുകൂടെ തീർന്നു അത്രയും ദിവസത്തെ എല്ലാം. വാട്ട് എ സ്കാം അല്ലേ. റൂമി എന്നെ പോലെ ഒരു ഇൻട്രോവേർട്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവൾ അങ്ങനെ അത്ര പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരോട് പെരുമാറുമൊന്നുമില്ല. അത്യാവശ്യം നല്ല സമയമൊക്കെ എടുത്ത് ആൾക്കാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടേ അവരുടെ അടുത്ത് ഓക്കെ ആവുള്ളൂ. ഇപ്പോൾ ആദ്യമൊക്കെ ആനന്ദ് വരുമ്പോൾ റൂമിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അവനെ. ഇങ്ങനെ മുരളുമൊക്കെ ചെയ്യായിരുന്നു അവൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമാണ്. വർത്താനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി പരിപാടികൾ. ഇത്തവണ ഒരു കുതിർന്ന ഓണം തന്നെയാന്ന് തോന്നുന്നു. ഫുള്ളൊരു മഴ മൂടാണ് കേട്ടോ. വൈകിട്ടായപ്പോൾ ആനന്ദും ഞാനും കൂടെ കാരാപ്പുഴ ഡാം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആനന്ദ് ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആനന്ദിനെ ഈ സ്ഥലങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഉദ്യമത്തിലാണ് ഞാൻ. പണ്ട് ഈ ഡാം ജസ്റ്റ് ഒരു ഡാം മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ കുറേ ഗാർഡൻ ആയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ, ബിഗ് സ്വിങ്, പിന്നെന്താ സ്കൈ ഫോൾ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. ആനന്ദ് ഇതിലെ ബിഗ് സ്വിങ്ങിന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈ അടുത്ത് വണ്ടർല വരെ പോയതിൻ്റെ ഒരു ആഘാതത്തിൽ അയ്യോ ആ പരിസരത്തേക്ക് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഒരു സിനിമയും കൂടെ കാണുന്നതോടുകൂടി ഈ ദിവസം പര്യവസാനിക്കും. ലോക എന്ന് പറഞ്ഞ സിനിമ കാണാനാണ് ഞാൻ പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആനന്ദിനും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം അപ്പാരൻ്റ്ലി അതിൽ കുറച്ച് ഇടിയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ല. ആവേശം കണ്ടിട്ട് പകുതി ഇൻ്റർവെൽ ആയപ്പോൾ ഞാൻ പോവാട്ടോ നന്ദു എന്ന് പറഞ്ഞ ആളാണ്. സോ ഹലോ ഗുഡ് മോർണിംഗ് എന്നാണ് റൂമി പറയുന്നത് കേട്ടോ. ഞാൻ രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്ക് ഊരുതണ്ടിയായ എൻ്റെ അനിയൻ 1 മാസത്തെ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഷെഫിന്റെ തൊപ്പി കണ്ടിട്ടില്ലേ?
എൻ്റെ അച്ഛയുടെയും അമ്മയുടെയും റൂട്ട്സ് 2 ഡിഫറെൻറ്റ് സൈഡ്സിൽ നിന്നായതുകൊണ്ട് ഞാൻ 2 ഡിഫറെൻറ്റ് ഐഡിയ ഓഫ് ഓണം സദ്യകളുണ്ട് ആണ് വളർന്നു വന്നിട്ടുള്ളത് കേട്ടോ. അതായത് അമ്മയുടെ സൈഡ് എന്ന് പറയുന്നത് മലബാർ സൈഡാണ്, അച്ഛയുടേത് തിരുവിതാംകൂർ. ഇവരൊക്കെ ജനിച്ച് വളർന്നത് വയനാട്ടിൽ തന്നെയാണ്, പക്ഷെ ഇവരുടെ റൂട്ട്സ് അവിടെ നിന്നാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലൊക്കെ നെയ്ച്ചോറും മട്ടൻ കറിയും ഒക്കെ ഓണത്തിന് ഉണ്ടാക്കുന്നത് ഒരു വലിയ കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്ന് വെച്ചാൽ സാധാ ഈ വെജിറ്റേറിയൻ സദ്യ ഉണ്ടാക്കാറില്ല എന്നല്ല, പക്ഷേ നെയ്ച്ചോറ് വയ്ക്കുന്നതും വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അച്ഛയുടെ സൈഡിലാണെങ്കിൽ ഈ നമ്മളുടെ സാമ്പാർ അവിയലൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യയാണ്, പക്ഷെ അവരിങ്ങനെ ഈ സ്രാവ് മീൻ വറ്റിച്ച ഒരു കറിയും കൂടെ വയ്ക്കും. അപ്പം നാളത്തേക്ക് നമ്മൾ ഈ സ്രാവ് മീൻ വറ്റിച്ച കറിയോടുകൂടിയ ഒരു തിരുവിതാംകൂർ കൈൻഡ് ഓഫ് സദ്യയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മോരുകറിയല്ല കാളനും പിന്നെ ഈ സ്രാവ് മീൻ കറിയൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഞാൻ പോയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ഞാൻ പോയ ദിവസം മഴ ഉണ്ടായിരുന്നില്ല, നല്ല അറ്റത്തുള്ള മല വരെ കണ്ടു. പക്ഷേ ബ്ലൂമിങ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നില്ല, കുറേ ചെടി ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. നാളത്തേക്കുള്ള ഉണ്ണിയപ്പം വാങ്ങാനുള്ള പോക്കാണ് ഞങ്ങൾ. ഇവിടെ അടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും, അപ്പോൾ അത് വാങ്ങണം. പിന്നെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണല്ലോ. അപ്പോൾ മാമന്മാരുടെ വീടുകളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. Tingo. Tingo. കുഞ്ഞിമ്മ കൊള്ളാടാ. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കഴുകി ആനന്ദിക്കുന്ന ഒരു അച്ഛനുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എൻ്റെ വീട്ടിലുണ്ടൊരെണ്ണം. ജസ്റ്റ് കിഡിങ് ട്ടോ. ഞങ്ങൾ ചളിയിലും ചേറിലൊക്കെ വണ്ടി കൊണ്ട് നടക്കും, ഓടിക്കും, പക്ഷേ അച്ഛയാണ് അത് കഴുകി വയ്ക്കുക. ഇന്നിപ്പോൾ ആനന്ദ് അച്ഛയുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇന്ന് റൂമിയുടെ കുളിയുടെയും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇന്ന ദിവസം ഇന്ന കൃത്യ ഇൻ്റർവെല്ലിൽ കുളിക്കും അങ്ങനെയൊന്നുമില്ല. കുറച്ച് മണമൊക്കെ അടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുളിപ്പിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടായി, പക്ഷെ എന്നാലും ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുക. റൂമിക്ക് കുളിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നതുകൊണ്ട് എന്നാൽ ശരി നിന്ന് തരാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എന്നാലും ഇങ്ങനെ കുറച്ച് തണുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവളങ്ങ് മതിയായില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുളി, ഓരോരോ പരിഷ്കാരങ്ങളെ എന്നുള്ളൊരു ഇതാണ്. അങ്ങനെ പ്രഭാതം വീണ്ടും പൊട്ടി വിടർന്നിരിക്കുകയാണ്. യെസ്, ഇറ്റ്സ് തിരുവോണം ഡേ. ഞാൻ രാവിലെ എണീച്ച് അമ്മേനെ അടുക്കളയിൽ കുറച്ച് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ പൂക്കളം ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തവണ പൂക്കൾ അങ്ങനെ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സമീപ പ്രദേശങ്ങളിലെ പൂക്കളൊക്കെ നുള്ളിയിടാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോഴാണ് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, അവിടെ കുറച്ച് പൂ എക്സ്ട്രാ ഉണ്ടെന്ന്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കുറച്ചല്ല, ഒരു 2-3 അത്തം ഇടാനുള്ള പൂക്കളുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, കിട്ടിയതൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് പക്ഷെ നമുക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഡിസൈനൊക്കെ വരച്ച് ഞങ്ങളങ്ങ് ഇടാൻ തുടങ്ങി. പിന്നെ ബാക്കി വന്ന കുറച്ച് പൂ വെച്ചിട്ട് വേറൊരു അത്തവും കൂടി ഇട്ടു. പിന്നെ പൂ ബാക്കി വന്നപ്പോൾ
അവിടെ ഇവിടെയുള്ള ചെടികളിലൊക്കെ കുത്തിത്തിരികെ അങ്ങ് വെച്ച്. പിന്നെയും കുറേ പൂ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ദ മോസ്റ്റ് അവൈറ്റഡ് ടൈം എത്തിയിരിക്കുകയാണ്, സദ്യ. ഞങ്ങളുടെ സദ്യയിൽ ശർക്കര വരട്ടി, ചിപ്സ്, കണ്ണിമാങ്ങ അച്ചാർ, ക്യാബേജ് തോരൻ, ഇഞ്ചിപ്പുളി, കാളൻ, അവിയൽ, സാമ്പാർ, സ്രാവുമീൻ വറ്റിച്ചത്, പരിപ്പ് പായസം, പഴം, പപ്പടം, പിന്നെ തൊട്ടുകൂട്ടാൻ കുറച്ച് ചിക്കൻ ഫ്രൈ, ചോറും. ആഹാ. ഓക്കെടാ.